ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ സൈക്കിൾ. ഹബ്ബ് ഗിയർ 240 €. അപ്പോൾ ഈ സാധനം കൊണ്ട് ഞാനൊരു സോളോ ട്രിപ്പ് മിസ്റ്റർ രഞ്ജിത്തിന് സൈക്കിൾ വെട്ടി ബോൺ വരെ പോകാൻ. കിതക്കണേൻ്റെ കാര്യം എന്ന് പറഞ്ഞാലേ, ഈ സാധനം ഞങ്ങളുടെ സെല്ലറിലായിരുന്നു. സെല്ലറിനകത്ത് സ്റ്റെയർ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ സാധനം ഒടിച്ചുകൊണ്ടൊക്കെ എടുക്കണമെങ്കിൽ ഇത് പണിയാണ്. ഇത് താങ്ങിയെടുത്ത് കൊണ്ടിട്ട് നട്ടത്തേക്കാണ് കിതച്ച്. അപ്പോൾ ഇവിടെ നിന്ന് മാപ്പിട്ട് പോവാണ്. ഒരു 10 കിലോമീറ്റർ ഉണ്ട്. എത്തും ദൈവത്തിനറിയാം. ഇല്ലെങ്കിൽ പകുതി വഴിക്ക് വെച്ച് ഞാൻ മിക്കവാറും തിരിച്ചു വരും. പക്ഷേ ചവിട്ടി വെക്കാം. ഇവന് ഭയങ്കര മടി, എൻ്റെ കാല് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് സീറ്റ് ഹൈറ്റ് വയ്ക്കണം. ഓക്കെ, എൻ്റെ ടൂളുണ്ട്, ടൂൾ വെച്ച് സീറ്റ് ഹൈറ്റ് വയ്ക്കണം. എന്നിട്ട് പതുക്കെ ചവിട്ട് നോക്കാം, ഇടവരുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി വഴിയിൽ എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് ഓക്കെ, ബൈ ബൈ. സൈക്കിളൊന്നും അധികം ചോട്ടാത്തണ്ടേ, ചവിട്ടി പപ്പടമായി ഗൈസ്. മൂലമൊക്കെ മരവിച്ച് അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ ഒറ്റപ്പെടൽ ഇല്ല. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ റൂൾസും പണ്ടായിരുന്നു അറിയത്തില്ല. ഇവിടെ ജംഗ്ഷനിൽ എത്തിയപ്പോൾ തിരിയേണ്ട ഒരു രീതിയൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ കുറവറ്റ് ഇവിടത്തിൻ്റെ വേറെ ഫേവറേറ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഹാർലി. ഈ ഞായറാഴ്ചകളിലാണ് ഇവരൊക്കെ. ദിസ് ഈസ് മൈ അണ്ടർ ഫേവറേറ്റ് പരിപാടി. ജർമ്മനിയിൽ വന്നിട്ട് വീക്കെൻഡ്സ് ആണെങ്കിൽ ഓടിയോട് കാറൊക്കെ എടുത്ത് അവിടെ കൊണ്ടുപോകും, ബൈക്സൊക്കെ എടുത്ത് ഡുക്കാട്ടി, ഡിയാവൽ, ആർലീസ് പറയുന്നത്, ഓഡി R8, കോർവെറ്റ്, ക്ലാസിക് പോർഷ് കുറേ കാണാൻ കിട്ടും. ഞാൻ കുറച്ച് റഷ് എടുക്കാമെന്ന് വിചാരിച്ചു. ചവിട്ടി പടമായി. എന്തായാലും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ എത്രയാണെന്ന്. ഞാൻ പിന്നെ ഒരു സ്റ്റോപ്പ് എടുത്ത് ഗൈസ്. ഇതാണ് സ്ഥലം. ചുമ്മാ വഴിയിൽ പോകുമ്പോൾ ഇത് സൈക്കിൾ ട്രാക്കാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ മറ്റേ ആ റിവറുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ ഹെവി ജാക്കറ്റ് ഇട്ടോണ്ടിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഔട്ടർ ജാക്കറ്റ് മാത്രം ഞാൻ ഊരിയെടുത്തു. പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു. ഒന്ന് റെസ്റ്റ് ആയിട്ട് പോകുന്ന വിചാരിച്ചു. ഇനിയൊരു 5-8 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇവിടെ ട്രാഫിക് ഒന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഫോർ സൈക്ലിംഗ് മാത്രമാണ്. ഫുൾ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സേഫാണ്, പ്രശ്നമൊന്നുമില്ല. പാട്ടൊക്കെ ഇട്ട് പോവാം. ആക്ച്വലി നല്ല രസമുണ്ട്, ശരിക്കും നല്ല രസമാണ്. ഞാൻ മറ്റേ ഫുൾ ജാക്കറ്റ് ഭയങ്കര വേർത്ത്. അപ്പോൾ ഞാനിപ്പോൾ അത് ഊരി അതിൻ്റെ ഔട്ടർ ജാക്കറ്റ് മാത്രമേ എടുത്തുണ്ട്. ഇനി ഇത് മാത്രം ഇട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് വല്ലതുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ. കൊള്ളാം. പ്ലെയിൻ ലാൻഡ്, ഒരു സൈഡിൽ നദി, ഒരു സൈഡിൽ ഇത് പാടമാണോ ഗ്രൗണ്ടാണോ ഒരു വെടിയില്ല. കയറ്റം കയറി പടമായി ഗൈസ്. ഈ ഞാൻ സംസാരിക്കുന്നൊരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ തണുത്ത കാറ്റടിച്ചിട്ടേ നമ്മൾ ഈ ഭയങ്കര തണുത്ത ഐസ്ക്രീം പെട്ടെന്ന് കഴിക്കണം നമ്മുടെ
ചുണ്ടൊക്കെ ഇതായിപ്പോലെ വല്ല മരവിച്ചിരിക്കുകയാണ്. അത് സൈക്കിൾ മേടിച്ച ദിവസം ചവിട്ടി വീട്ടിൽ വന്നിട്ടേ നല്ല തണുപ്പാട്ടോ. അവിടെ ഫുൾ ജാക്കറ്റൊക്കെ ഇട്ട് ഫ്രണ്ട് സൈഡൊക്കെ ഓക്കെയാണ്. പക്ഷെ അവിടെ പുറം വേർക്കും. ഫ്രണ്ടിൽ തണുത്തായിരിക്കുമ്പോഴത്തേക്ക് വേർക്കത്തില്ല, പക്ഷെ പുറം നല്ലപോലെ വേർക്കും. ഇതുപോലെ വായം ചുണ്ടൊക്കെ പോവും, സംസാരമൊക്കെ കുഴയും. അത് കഴിഞ്ഞ് സൈക്കിളൊക്കെ കൊണ്ടുപോയി സെല്ലറിൽ വെച്ച് മുകളിലോട്ട് കയറി വന്ന് ബാഗ് കഴിച്ച് വെച്ചിട്ട് കിടക്കാൻ കിടന്നു. അപ്പോൾ ഇപ്പോൾ ചെവിയൊക്കെ നല്ല തണുത്ത് ഫ്രീസായിട്ടിരിക്കുക. കിടക്കുമ്പോൾ കിടന്ന് 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ചെവി ചൂടാവാൻ തുടങ്ങി. ആ തണുത്തിരിക്കുന്ന ചെവിക്കകത്തോട്ട് ചൂട് ചോര ചെന്നിട്ട് 2 ചെവി ഇങ്ങനെ പൾസിയാണ് ചൂടുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഇതാണ് എന്തോ ഈ നാഷണൽ പാർക്ക് എന്താണ്ടോ ആണെന്ന് തോന്നുന്നു. ഇതാണ് സംഭവം. ഒരു പെടുമാറണ കയറ്റം കയറി വന്നിട്ട് മനുഷ്യനെ അടച്ചിട്ട് വയ്യ. അതാ ഞാൻ ഒന്ന് നിർത്തിയത്. പതുക്കെ ചോദിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാം കൊള്ളാം. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെ എത്രയോ ക്രിക്കറ്റ് ഗ്രൗണ്ടും ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ വന്നേനെ. 2 പോസ്റ്റ് വെച്ച് പിള്ളേർ കളി തുടങ്ങിയേനെ. പക്ഷെ അതിനൊക്കെ വേറെ സ്ഥലമുണ്ട്. ഇപ്പോൾ വരുന്ന വഴിക്ക് സ്കൂൾ കണ്ടു. സ്കൂളിനകത്ത് 2 ടീമൊക്കെ ആയിട്ട് എന്തോ ഫുട്ബോൾ കളിക്കാൻ എന്തോ പോവാ. ആഹാ, എന്താ കാഴ്ച. Oh man, really beautiful. എത്തി ഗൈസ്. ഞാൻ സിറ്റിയിലോട്ട് പോകുന്നില്ല, ബിക്കോസ് ഒന്നത് വയ്യ. ചവിട്ടിയോടെ എത്തിയപ്പോഴത്തേക്ക് പടമായി. അപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്, അപ്പോൾ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇതുണ്ട്, അങ്ങനെ ഇറങ്ങി പോകാൻ തോന്നുന്നു. അത് റൈൻ റിവറാണ് ഗൈസ്. റൈൻ റിവർ റിഫർ കിടപ്പുണ്ട്. ഇവിടെ ആൾക്കാർ സൺഡേ സാറ്റർഡേ വീക്കെൻഡ്സ് ഫുള്ള് അവർ സ്പെൻഡ് ചെയ്യേണ്ട ഔട്ട്ഡോഴ്സിലാണ്. ഇവിടെ മെയിനായിട്ട് സൈക്ലിംഗ് അല്ലെങ്കിൽ ഹൈക്കിങ്. അത് ഏത് സ്ഥലമാണെന്നുണ്ടെങ്കിൽ സിറ്റി അല്ല, സിറ്റിയിൽ നിന്ന് ഇച്ചിരി ഔട്ട്സ്കേർട്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈക്ക് ചെയ്യാനായിട്ട് എൻ്റെ സ്ഥലമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വന്ന വഴി മൊത്തം ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട്. അത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് തന്നെ, ഹൈക്കിങ് സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഫുൾ ഇങ്ങനെ ഓപ്പൺ പ്ലെയിൻ ലാൻഡ് ആയിരിക്കും. അതിൽ കൂടെ ഒരു ജോഗിങ് ട്രാക്ക് പ്ലസ് സൈക്ലിംഗ് ട്രാക്ക് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നിർത്തി റെസ്റ്റ് ചെയ്യാനായിട്ട് ബെഞ്ചസ് ഉണ്ടാവും. വെള്ളവും ഇതൊന്നും കിട്ടില്ല, അതൊക്കെ സ്വന്തം ചിലവിന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കുടിച്ച് പോവാം. ഇല്ലെങ്കിൽ ഒരു കട പോലും ഇല്ല വന്ന വഴിയിൽ. ഫുള്ള് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഇതുപോലെ റിക്രിയേഷണൽ ഏരിയാസാണ്. ഒരു പെട്ടിക്കട പോലെ കടയില്ല. സോഡ കുടിക്കുന്നത് വെച്ചപ്പോഴും നടക്കില്ല. പിന്നെ അവർ കിഡ്സിനെയും പിന്നെ പെറ്റ്സിനെ കൊണ്ടുവന്നിട്ട് നടത്താനൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സിറ്റി പോയി കഴിഞ്ഞാൽ അന്ന് ട്രാഫിക്കും വെള്ളവും ഇതൊക്കെ ആയിരിക്കും. എനിക്കിപ്പോൾ സിറ്റിയിൽ പ്രത്യേകിച്ച് പോയിട്ട് ഇപ്പോൾ എനിക്ക് ഇന്നത്തേക്ക് എനിക്ക് കാണാനില്ല. ഇന്നത്തേക്ക് കാണാനുള്ളതൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതായിരുന്നു ഇന്ന ട്രിപ്പ്. മിക്കവാറും ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് അധികം സെയിം സാധനങ്ങൾ തന്നെ ആയിരിക്കും. എനിക്ക് വലിയ കാണാനായിട്ട് അധികമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഐ എൻജോയ്. ഞാൻ ഒറ്റയ്ക്ക് വന്നാണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ വെച്ച് ചവിട്ടി ഇവിടെ വരെ എത്തുമ്പോഴത്തേക്കും വേറെ രീതി. ഒന്നാമതേ ഒരു എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴൊരു നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അത് ശരിക്കും ഇപ്പോൾ രണ്ടാമത് ഞാൻ പണ്ട് ഓടാനൊക്കെ പോയിരുന്നുണ്ട്. 2 കൊല്ലം മുന്നേക്കെ 21-22 ആ സമയത്തൊക്കെ ഡെയിലി 5 കിലോമീറ്ററൊക്കെ നടക്കാനും ഓടാനൊക്കെ പോയിരുന്നു. 3 കിലോമീറ്റർ നടത്ത് 2 കിലോമീറ്റർ ഓട്ടമായിരുന്നു.
വിത്തിൻ 40-45 മിനിറ്റ്സൊക്കെ. ഒരു അമ്പലപ്പറമ്പിലായിരുന്നു ചുറ്റും ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വീടൊക്കെ മാറി പുതിയ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് പിന്നെ എല്ലാം പോയി. അപ്പോൾ ഇനി ഇത് വീക്ക് ഡേയ്സ് എന്തായാലും 5 കിലോമീറ്റർ ഓഫീസിലേക്ക് പോലും വരുന്നുണ്ടാവും സൈക്ലിങ്. പിന്നെ വീക്കെൻഡ്സ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ശരി, ബൈ ബൈ. ഇത് ജർമ്മൻ വൈൽഡ് ലൈഫാണ് ഗൈസ്. താറാവോ ഗീസോ അങ്ങനത്തെ പരിപാടിയാണ്. ഇത് മറ്റേ സ്ഥലം തന്നെയാണ്, സൈക്ലിംഗ് ട്രാക്ക്. തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, പപ്പടമായി. അയ്യോ, ഈ സൈക്ലിംഗ് അറിയാൻ പോണെന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷണൽ സൈക്ലിസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ കളി ഞാൻ ഇന്ന് പഠിച്ചു ഗൈസ്. എസ്പെഷ്യലി ജീൻസ് ഇട്ട് ഒരിക്കലും കുറേ ദൂരം ചവിട്ടരുത്, പടിയിട്ട് സൈക്ലിംഗ് ഷോർട്സ് തന്നെ ഇടണം. പിന്നെ ഈ മറ്റേ ഭയങ്കര ഭീകര സൈക്ലിസ്റ്റുകൾ സൈക്ലിംഗ് ഷോർട്സിൻ്റെ അകത്തൊന്നും ഇടാത്ത എന്താണെന്നും എനിക്ക് മനസ്സിലായി. അയ്യോ, ഒന്നും പറയണ്ട മാൻ. എൻ്റെ പോരാത്തതിനെ തിരിച്ച് ചവിട്ടി വരുമ്പോഴത്തേക്ക് മസിലടിച്ച് കാലിൽ. പിന്നെ ഞാനൊരു ബെഞ്ചിലൊക്കെ ഇരുന്ന് കാലൊക്കെ തിരുമി വെള്ളമൊക്കെ കുടിച്ച് അതൊക്കെ സെറ്റൊക്കെ ആക്കി ഇങ്ങനെ മെല്ലെ മന്ദം പോവാണ്. ഗൂഗിൾ അമ്മച്ച് പറഞ്ഞ സൈക്കിൾ കെട്ടി നീ 45 മിനിറ്റോടെ വീടെന്ന് പറയും. ഇപ്പം തന്നെ 1 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പകുതി വഴി കഴിഞ്ഞു, പകുതിക്കുള്ളായി. മുഖമൊക്കെ പിന്നെ മരവിച്ചു, നാക്കൊക്കെ കുഴയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരി, വേഗം വീടെത്താൻ നോക്കട്ടെ. ഓക്കെ, ബൈ ബൈ.